നമുക്കൊപ്പം രജീഷ് കൂടി ചേരുന്നുണ്ട്. കുവൈറ്റിലെ നിന്നുള്ള ലോക കേരള സഭയുടെ പ്രതിനിധിയാണ് രജീഷ് സി. രജീഷ്, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കുവൈറ്റിലെ നിങ്ങളുടെ സാംസ്കാരിക സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നാണ് ഈ ദുരന്തത്തെ ഏറ്റെടുത്തത്, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകിയത്. എംബസി എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഈ ലേബർ ക്യാമ്പുകളിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടോ ഇല്ലയോ എന്നതറിയാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ സാധ്യതയുണ്ടോ? നേരത്തെ MP പറഞ്ഞത് ഇനി ഒരുപക്ഷെ ഈ ലേബർ ക്യാമ്പുകളിൽ കൂടുതൽ പരിശോധനകൾ നടക്കും, അത് ചിലപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനെ തന്നെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുമെന്നാണ്. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സാധ്യതയുണ്ടോ കുവൈറ്റിൽ, രജീഷ്? തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള ചെക്കിംഗ് ഒക്കെ തന്നെ കുവൈറ്റിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ലേബർ ക്യാമ്പുകളൊക്കെ തന്നെ ഇപ്പം ഈ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. 23 ക്യാമ്പുകൾ ലേബർ ക്യാമ്പുകളൊക്കെ തന്നെ അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പൊതുവിൽ കുവൈറ്റിൽ ഇപ്പം നമ്മൾ കോൺട്രാക്ടേഴ്സൊക്കെ ആണെങ്കിൽ പോലും അവരുടെ ലേബർ ക്യാമ്പുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ ഈ ക്യാമ്പുകൾ പാലിച്ചുകൊണ്ടാണോ പോകുന്നത് എന്നുള്ള കാര്യം ആ ക്ലയൻറ്റ് തന്നെ പലപ്പോഴായിട്ട് പീരിയോഡിക്കലി അവർ തന്നെ ചെക്കിങ് ചെയ്യുന്നുണ്ട്, ഇൻസ്പെക്ഷനൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് മാത്രമേ അവിടെ ക്യാമ്പുകൾ നമുക്ക് ചെയ്യാൻ. വ്യക്തമാണ് രജീഷ്. എന്തായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ വരും കുവൈറ്റിൽ എന്നാണ് രജീഷും പറയുന്നത്. പൊലിഞ്ഞുപോയ ജീവനുകൾക്ക് പകരം വയ്ക്കാൻ കഴിയില്ല എങ്കിലും ധനസഹായത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇപ്പോൾ പ്രവഹിക്കുന്നുണ്ട്. യൂസഫ് അലിയുടെ വാഗ്ദാനം വന്നിരിക്കുന്നു, രവി പിള്ളയുടെ വാഗ്ദാനം വന്നിരിക്കുന്നു. കമ്പനി തന്നെ 8 ലക്ഷം രൂപ നൽകുന്നു. കേരള സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപയും ഇപ്പോൾ സഹായധനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നേരത്തെ 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറെ വേദനിപ്പിക്കുന്നതാണ് ഈ വാർത്ത. ഇപ്പോഴും ആ പൊള്ളലിൻ്റെ നീറ്റിലിൽ നിന്ന് കേരളത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. സ്വപ്നങ്ങളുമായി പോയവർ ചിറകറ്റ് തിരിച്ചു വരും നാളെ പുലർച്ചയോടുകൂടി. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കുവൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. Debate with Arun Kumar.